മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സംശയം. ചൊക്കനാട് എസ്റ്റേറ്റിലെ ജീവനക്കാരൻ രാജപാണ്ഡ്യയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയ്ക്ക് ഗുരുതര പരിക്കുണ്ട്. ഭിത്തിയിൽ ചോരക്കറയും കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, എന്താണ് പോലീസ് സംശയിക്കുന്നത്? ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? വിനേഷ്, രാജപാണ്ഡ്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത നിലനിൽക്കുകയാണ്. അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, രാജപാണ്ഡ്യയുടെ തലയുടെ പുറകിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. അതുകൂടാതെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെ ഭിത്തിയിൽ രക്തക്കറയുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കൊലപാതകമാണോ എന്ന സംശയത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത്. മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് അന്വേഷണം നടത്തിവരുന്നത്. രാജപാണ്ഡ്യയുടെ മൃതദേഹം കണ്ടെത്തിയത് ഈ സെക്യൂരിറ്റി ക്വാർട്ടേഴ്സിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അവിടെ വന്നു പോകാൻ സാധ്യതയില്ല. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കാൻ പോകുന്നത്. ഈ പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ റിപ്പോർട്ട് വരുമ്പോഴും എങ്ങനെയാണ് ഇയാൾ മരിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. എന്താണെങ്കിലും നാളെ രാജപാണ്ഡ്യയുടെ മരണം എങ്ങനെ സംഭവിച്ചു, കൊലപാതകമാണോ അതോ മറ്റേതെങ്കിലും രീതിയിലാണോ അദ്ദേഹം മരിച്ചത് എന്നതിൽ നാളെ ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചൊക്കനാട് എസ്റ്റേറ്റിലാണ് ഏറെക്കാലമായി രാജപാണ്ഡ്യ ജോലി ചെയ്തു വരുന്നത്. കഞ്ഞുമലയിലാണ് അദ്ദേഹത്തിന്റെ വീട് ഉള്ളതും. ഇന്നലെ രാത്രിയും അവസാനമായി ജോലി ചെയ്തിരുന്നു. ഇന്ന് രാവിലെ പുതിയൊരു സെക്യൂരിറ്റി വന്നപ്പോൾ ഭക്ഷണം പാകം ചെയ്ത് വരാമെന്ന് പറഞ്ഞു പോകുകയായിരുന്നു. എന്നാൽ കുറെ സമയം കഴിഞ്ഞിട്ടും തിരികെ വരാതെ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ രാജപാണ്ഡ്യയെ കണ്ടെത്തുകയും ചെയ്തത്. വിനേഷ്.